ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ചീരനെ കുറിച്ചാണ് കേട്ടോ. ഇതാ നമ്മുടെ ചൊമ്പച്ചീരയാണ്. ചൊമ്പച്ചീര റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ രണ്ടും ചെറുതായിട്ട് കാണുന്നുണ്ട്. അത് നമ്മൾ പറിച്ചു വെച്ചപ്പോൾ കുറച്ച് നേരം വൈകി പോയി, കുറച്ച് സമയം കിട്ടിയില്ല, അതിന്റെ പേരിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കറിക്കുള്ളതല്ല, അപ്പോൾ കുറച്ച് എടുത്താലും മതി. നമ്മുടെ കയ്യിൽ 5 തരം ചീരയുണ്ട്. ചൊമ്പച്ചീരയുണ്ട്, പൊന്നാങ്കണി ചീരയുണ്ട്, വെള്ളച്ചീരയുണ്ട്. ഇത് പൊന്നാങ്കണി ചീരയാണ്. ഇത് നമ്മുടെ വെള്ളച്ചീരയാണ്. അതെ, അപ്പൊ ഇവിടെ തന്നെ ഒരു 3 തരം ചീര നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം ഓരോ ഇതുണ്ടാക്കാലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു കറിയില്ല, പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പൊ വന്നു ഒരു തരം പൊട്ടിച്ചു, അപ്പൊ ആ കറിയായി. അപ്പൊ നമ്മുടെ കയ്യിൽ ഇതിങ്ങനത്തെ 5 തരമുണ്ട്. അപ്പൊ ഇത് 3 തരമായില്ല. പിന്നെ വേറെ 2 നിൽക്കുന്നുണ്ട്. വേറെ എന്തോ ഒരു സാമ്പാർ ചീരയുണ്ട്, ഒരു വേലിച്ചീര എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെയായി. അപ്പൊ ഇന്നത്തെ ദിവസം ഇത് കഴിഞ്ഞിട്ട് അപ്പൊ ഇന്നിപ്പോ നമുക്ക് ചീര ഇന്ന് വൈകുന്നേരത്തേക്ക് ചീരക്കറി തോരൻ വെക്കാന്ന് വെച്ചു. അപ്പൊ ഏതായാലും ഇന്ന് പൊന്നാങ്കണി ചീര വൈകുന്നേരം തോരൻ വെക്കാം. പിന്നെ ഇത് നട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നട്ടത് തോട് കീറി കഴിഞ്ഞിട്ട് നട്ടേക്കണ്. അപ്പൊ വെള്ളം ഇതിന് ചീരയ്ക്ക് ഏറ്റവും ആവശ്യം വെള്ളമാണല്ലോ. അപ്പൊ വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ടാണ് തോട് കീറിയിട്ടുള്ളത്. പിന്നെ ചാണം ഇട്ടിട്ടുണ്ട് കേട്ടാ. പൊന്നാങ്കണി ചീരയ്ക്ക് അതൊന്നും ഇട്ടിട്ടില്ല. ചൊമ്പച്ചീരിക്കും വെള്ളച്ചീരിക്കും ഞാൻ ചാണം ഇടുന്നുണ്ട്, നനച്ചും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ തോരത് വെക്കുക. പിന്നെ അതേപോലെ കറിക്കുള്ള പരിപ്പും തക്കാളിയും വെക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അതിനും കൂടിയുള്ള സാധനങ്ങളും കൂടി പൊട്ടിക്കാന്നുണ്ടെങ്കിൽ അപ്പൊ ഇന്നത്തെ പരിപാടി കൊണ്ട് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ തോരനുള്ള പൊന്നാങ്കണി ചീര ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മുടെ ചീര പറിച്ചെടുക്കാറ്, പക്ഷെ ഞാൻ പറക്കിയില്ല. ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അരിഞ്ഞാണ് എടുക്കുക. അപ്പൊ ഈ അരിയിനോടെന്ന് വെച്ച് വീണ്ടും ചെനപ്പ് പൊട്ടും. അപ്പൊ നമുക്ക് പല പ്രാവശ്യമായിട്ട് പിന്നെയും കറികൾ വെക്കാൻ കിട്ടും. അതിന്റെ പേരിലാണ് ഞാനത് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് വെള്ളച്ചീരയും ഇതൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ചീരകളൊക്കെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ രണ്ടാമത് ഇങ്ങനെ മുളച്ചു വരുമ്പോൾ നമുക്ക് അത്രയും ലാഭമല്ലേ ചെയ്യാൻ പറ്റും. തക്കാളിയും കൂടി അങ്ങോട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇന്നത്തെ പരിപ്പും തക്കാളിയും കൂടി അങ്ങോട്ട് വെച്ചാൽ അപ്പൊ ഇന്നത്തെ കറി അങ്ങോട്ട് കഴിഞ്ഞു. എടാ എത്ര ഉഷാറാണ് നോക്കിയാൽ നമ്മുടെ അടുക്കള മുറ്റത്ത് നിന്ന് ഇങ്ങനെയാണ് പിടിച്ച് പൊട്ടിച്ച് ഈ സാധനങ്ങൾ കറിയിലിട്ട് കഴിഞ്ഞാലേ നമ്മുടെ മനസ്സിനും സന്തോഷമായി. കറി കൂട്ടുമ്പോൾ അതിലും വലിയ ടേസ്റ്റ് ആവുകയും ചെയ്തു. 4 തക്കാളി ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ കറിക്കുള്ള ഇത് ബേസായി ഇഷ്ടമായി ആയിട്ടുണ്ട്. അപ്പൊ 4 തക്കാളിയും പൊട്ടിച്ചു, പൊന്നാങ്കണി ചീരയും പൊട്ടിച്ചു. അപ്പൊ ഇന്നത്തെ വൈകുന്നേരത്തെ ലാവിഷായിട്ടുള്ള തോരനായി, പരിപ്പ്. അപ്പൊ ഇന്നത്തെ ദിവസമായി നമ്മുടെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെയൊക്കെ പൊട്ടിച്ചുണ്ടാക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു സുഖല്ലേ, അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഓക്കെ.